ഒരു ഫാഷൻ കൺസൾട്ടൻസി എന്നുള്ളതിനാണ് ഞാൻ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫാഷനെ സംബന്ധിച്ച് ഒരു കൺസൾട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അപ്രോച്ച് ചെയ്യാം. നമ്മൾ പറയുന്ന നമ്മുടെ മനസ്സിലൊരു ഐഡിയ അതേപടി അവർക്ക് കൊണ്ടുവരാൻ കസ്റ്റമേഴ്സ് ഡീലിംഗ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നു. കാരണം നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം നല്ലൊരു കസ്റ്റമേഴ്സ് ആണ്. നമുക്കിപ്പോൾ റെഗുലർ കസ്റ്റമേഴ്സ് തന്നെ നല്ല നമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ ഡിസൈനേഴ്സ്, കട്ടിംഗ് മാസ്റ്റർ, സ്റ്റിച്ചിങ് യൂണിറ്റ്, നമ്മുടെ എംബ്രോയിഡറി യൂണിറ്റ് എല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് പോകുന്നു. 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുറേ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് നമുക്കുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം. ഡെയിലി യൂസിന് പറ്റിയ മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. ഓഫർ പ്രൈസിലാണ് ഇപ്പം കൊടുക്കുന്നത്. 20% മുതൽ 50% വരെ നമുക്ക് ഡിസ്കൗണ്ട് സെയിലുണ്ട്. ആവശ്യമുള്ള മെറ്റീരിയൽ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് പുറത്തു നമ്മൾ കൊണ്ടുവരുന്നതാണ്. നമസ്കാരം, ഞാൻ റെൻസോയ്. ഇത് ഏറ്റുമാനൂർ പേരൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ജാൻവി ഡിസൈൻ ബോട്ടിക്യൂ. ജാൻവി ഡിസൈൻ ബോട്ടിക്യൂവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ബോട്ടിക്യൂവിന് അതിൻ്റെതായ സവിശേഷതകളും പ്രത്യേകതകളും ഒക്കെയുണ്ട്. ജാൻവി ഡിസൈൻ ബോട്ടിക്യൂവിൻ്റെ വിശേഷങ്ങളിലേക്ക്. ഏറ്റുമാനൂർ പേരൂർ റോഡിലുള്ള ജാൻവി ഡിസൈൻ ബോട്ടിക്യൂ. ജാൻവി ഡിസൈൻ ബോട്ടിക്യൂവിന്റെ ഉടമ കൂടിയായ സൂര്യചേച്ചിയാണ് ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നത്. സ്വാഗതം. താങ്ക് യു. ഈ ഷോപ്പിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ വിലയിരുത്തുന്നു? 100% സന്തോഷത്തോടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വിലയിരുത്തുന്നു. ഇങ്ങനെ ഒരു മേഖല തിരഞ്ഞെടുക്കുവാൻ കാരണം എന്താണ്? ആക്ച്വലി എനിക്ക് 22 വർഷമായിട്ട് SMS കോളേജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ നമ്മുടെ കോളേജിൽ ഡിപ്ലോമ, ഡിഗ്രി, ഫാഷൻ ഡിസൈനിങ് കോഴ്സുകൾ നടത്തുന്നുണ്ട്. കുട്ടികൾക്കൊരു ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോഷറിന് വേണ്ടിയിട്ട് അവർക്കൊരു ഫസ്റ്റ് ഹാൻഡ് വർക്കിംഗ് നോളജ് കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുടെ ഒരു ഡിസൈനിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ബോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഫസ്റ്റ് അവർക്ക് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനും കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും കസ്റ്റമേഴ്സിൻ്റെ ഡിസൈനിങ് സ്വപ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് അവർക്ക് അവരുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ബോട്ടിക്ക് തുടങ്ങാനുള്ള കാരണം. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ ഒരു 3-4 കുട്ടികൾ ഇവിടെ ഇൻറ്റേൺഷിപ്പിന് വന്നതായിട്ട് അവരെ പരിചയപ്പെടാൻ സാധിച്ചു. അപ്പോൾ അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയാൻ സാധിക്കുക. അവരെയൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം മതി. തീർച്ചയായിട്ടും നമ്മുടെ കോളേജിൽ പഠിച്ചിറങ്ങിയ മിക്ക കുട്ടികളും ബോട്ടിക്സ് നടത്തുന്നുണ്ട്. ആതിര ബോട്ടിക്സ്, ഷീസ് ബോട്ടിക്ക്, അറിയപ്പെടുന്ന നല്ല നല്ല ബോട്ടിക്സ് ഒക്കെ എൻ്റെ സ്റ്റുഡൻസിൻ്റെതാണെന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓരോ ബോട്ടിക്ക് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ കുറേ ബോട്ടിക്ക് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിടത്ത് ഓരോ സ്പെഷ്യൽ ടൈപ്പായിട്ടുള്ള സാഹചര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഈ ബോട്ടിക്ക് ജാൻവി ഡിസൈൻ ബോട്ടിക്കിൻ്റെ സ്പെഷ്യാലിറ്റി തയ്യലാണ് അവിടെ കൂടുതലായിട്ടും ഇപ്പോൾ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ആളുകൾ കൂടുതൽ വരുന്നത്. നമ്മളിവിടെ ഡിസൈനിങ്, അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കുകൾ, ബ്രൈഡൽ വർക്കുകൾ, അതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങുകൾ കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിനാട്ടിലുള്ള ഓസ്ട്രേലിയ, കാനഡ, UK അവിടെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്ന സമയത്ത് വന്ന് ബൾക്കായിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോകുന്നു. അവരവിടുന്ന് ഓർഡർ തരുന്നുണ്ട്, നമ്മളിവിടുന്ന് ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കാം. ഞാനൊരു ഷോപ്പിൽ ചെന്നു, ഒരു ഡ്രസ്സ് എടുത്തു, ഒരു 3 കുർത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു. കുർത്തി എടുത്ത് നമ്മൾ വെച്ച് കഴിയുമ്പോഴും കൺഫ്യൂഷനാണ്. നമ്മളെടുത്തിട്ട് അവിടെ നിൽക്കുന്ന ഒരു സെയിൽസ് ഗേൾ അല്ലെങ്കിൽ ആരാണെങ്കിലും പരിചയം പോലും ഉണ്ടാവില്ല. പുതിയതായിട്ട് കാണുന്ന ഒരാളോട് നമ്മൾ ചോദിക്കും, ഇതെനിക്ക് ചേരുമോ എന്ന് ചോദിക്കും. ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനുണ്ടാവില്ല. കാരണം ഓരോ വ്യക്തികൾക്കും ചേരുന്ന ഡിസൈൻ ഏതാണെന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനർ പൂള് തന്നെ നമുക്കുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ചേരുന്ന കളറ്, ഡിസൈൻസ് എല്ലാം നമ്മൾ അവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. മെറ്റീരിയൽ സെലക്ഷൻസ്, നമ്മുടെ ബോട്ടിക്കിലുള്ള മെറ്റീരിയൽ മാത്രമല്ല, അവർക്ക് ഇന്ന മെറ്റീരിയൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. മേഡം കാര്യങ്ങൾ ഇൻവോൾവ്ഡ് ആണ്, തിരക്കാണ്. എന്നാലും മേഡത്തിൻ്റെ അഭാവത്തിൽ ഇവിടെ ലക്ഷ്മിയുടെ ഒക്കെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ സ്ഥാപനം മുന്നോട്ട് പോകുന്നുണ്ട്. നല്ലല്ലേ, സന്തോഷം തോന്നുന്നു? തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. നമ്മളൊരു പ്രസ്ഥാനം വിജയിക്കണമെങ്കിൽ ഒരു ടീമായിട്ട് നിന്നാലേ വിജയിക്കും. അതാണ് ഏറ്റവും വലിയ കോർപ്പറേഷൻ മേഡത്തിന്റെ
ഈ ഷോപ്പിന്റെ വിജയത്തിന് കാരണമാണ്? തീർച്ചയായിട്ടും എൻ്റെ ഡിസൈനേഴ്സ്, എൻ്റെ വർക്കേഴ്സ്, എൻ്റെ കട്ടിംഗ് മാസ്റ്റർ, എൻ്റെ സ്റ്റിച്ചേഴ്സ്, ഇന്റേൺഷിപ്പിന് വരുന്ന കുട്ടികൾ പോലും ഇതിൽ ഇൻവോൾവ് ആവുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ടീമുണ്ട് നമുക്ക്. അത് എല്ലാം വളരെ കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി കസ്റ്റമേഴ്സിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്ത് കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്യാനുള്ള ഒരു എഫേർട്ട് അത് അവരുടെ മാത്രമാണ്. ഞാൻ വിചാരിച്ചാൽ അത് നടക്കില്ല. അതൊരു ടീം വർക്ക് തന്നെയാണ്. അതുപോലെ അഭിപ്രായം പറയുന്നത് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ പറയുന്ന ധാരാളം കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. സന്തോഷമില്ലേ? മാഡത്തിൻ്റെ കസ്റ്റമറാണ് മാളവിക. മാളവിക കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മാളവിക ഞങ്ങൾക്കൊരു കുടുംബത്തിലുള്ള ഒരു കുട്ടിയെ പോലെയാണ്. ആള് കൊങ്ങനാട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ PhD വിദ്യാർത്ഥിയാണ്. ആളിതുപോലെ കുറെ സ്ഥലങ്ങളിൽ ബോട്ടിക്കുകളിൽ പോയി ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് ഒരു ഫീഡ്ബാക്കുമായിട്ട് ബുദ്ധിമുട്ടായിട്ടാണ് ആളിവിടെ വന്നത്. അതിനുശേഷം അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്കൊരു കുടുംബത്തിലെ അംഗം പോലെയാണ്. ആളിപ്പോ വന്നാലും തീർച്ചയായിട്ടും മാളവിക ഒരുപാട് കസ്റ്റമേഴ്സിനെ റെഫർ ചെയ്ത് വിടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിസൈനേഴ്സ് വളരെയധികം കോപ്പറേറ്റ് ചെയ്ത് മാളവിക പറഞ്ഞു കൊടുക്കുന്ന ഡിസൈനും നമുക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂട്ടിച്ചേർത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്. കല്യാണമാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കേഷൻ ഇങ്ങനെയുള്ള സമയങ്ങളിലായിരിക്കും കൂടുതലും ആളുകൾ ഒരു ബോട്ടിക്ക് അന്വേഷിച്ച് വരിക എന്ന് പറയുന്നത്. ആ സമയത്ത് അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്താണോ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഡെഫിനിഷൻ കൊടുത്ത് നമ്മളിത് പെർഫെക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അവരുടെ ആഗ്രഹത്തോടൊപ്പം ആ ഒരു ട്രയൽ റൂമിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോഴുള്ള മുഖത്തെ സന്തോഷം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പലതവണ ഇങ്ങോട്ട് വരാറുണ്ടല്ലോ. എന്താണ് ഇത് ആകർഷിക്കുന്നത്, അട്രാക്ടിങ് എന്താണ്? ഞാൻ കൂടുതലായിട്ട് ഇവിടെ സ്റ്റിച്ചിങ്ങിന്റെ ഇതിലാണ് വന്നിട്ടുള്ളത്. അപ്പം അത് കറക്റ്റ് ആ ഒരു ടൈമിന് തന്നെ നമുക്ക് കിട്ടുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന ഐഡിയ അതുപോലെ തന്നെ അതിൽ വരുന്നു എന്നുള്ളതൊക്കെയാണ് കൂടുതലായിട്ട് അട്രാക്റ്റീവ് ആക്കിയിട്ടുള്ളത്. അതാണ് വീണ്ടും വീണ്ടും ഇങ്ങോട്ട്. അതെ അതെ. വേറെ മറ്റെന്തെങ്കിലും കൂട്ടിച്ചേർക്കും? പിന്നെ കുറെ നമ്മൾ പറയുന്ന അതേ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. ഇത് കാണുന്ന ധാരാളം കസ്റ്റമേഴ്സ് പ്രേക്ഷകരുണ്ടാവുമല്ലോ, അവരോടൊക്കെ ആയിട്ട് എന്തെങ്കിലും പറയാം? തീർച്ചയായിട്ടും ഇനിയും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഡിസൈൻസ് ചെയ്തു തരാൻ നമ്മളിപ്പോഴും സന്നദ്ധരായിരിക്കും. വില്ലിംഗ് ആണ് തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരെയും ജാൻവി ഡിസൈനിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട്. ഏറ്റുമാനൂർ പേരൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ജാൻവി ഡിസൈൻ ബോട്ടിക്കുവിൻ്റെ ഓണറായ സൂര്യ മാഡമാണ് നമ്മോട് പ്രതികരിച്ചത്. മാഡത്തിൻ്റെ പ്രതികരണത്തിന് ഹൃദയംഗമായ നന്ദി. ഈ ഷോപ്പ് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ എന്ന് ഞാനും ആശിക്കുന്നു. പ്രതികരണത്തിന് നന്ദി. താങ്ക് യു. ഏറ്റുമാനൂർ പേരൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ജാൻവി ഡിസൈൻ ബോട്ടിക്കുവിലെ വിശേഷങ്ങളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്. ഈ ഷോപ്പിലെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ഷോപ്പിലെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.